ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിന്യൂവൽ എനർജി റിസോഴ്സസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ തുടങ്ങി വെച്ചു. അതിൻ്റെ അകത്ത് എന്താണ് റിന്യൂവൽ എനർജി സോഴ്സസ്, ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിന്യൂവൽ എനർജി സോഴ്സസ്, സോളാർ എനർജി, ടൈലർ എനർജി, ഹൈഡ്രോ പവർ എനർജി, വിൻഡ് എനർജി, ബയോമാസ് ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില സോളാർ പാർക്കുകൾ, സോളാർ എനർജിയുടെ പ്രത്യേകതകൾ, വിൻഡ് എനർജി, ഓക്കെ. സിമിലർലി നമ്മൾ രാമൽമേടിൻ്റെ എക്സാമ്പിളൊക്കെ കണ്ടു. ടൈഡൽ എനർജിയെക്കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് നോക്കിപ്പോയി. അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജി, അതിൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കണ്ടു. അതിനോടൊപ്പം തന്നെ നമ്മൾ റിന്യൂവൽ എനർജി സോഴ്സസിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് കണ്ടു. ഓക്കെ, അപ്പോൾ ആ അഡ്വാൻറ്റേജസിൻ്റെ അത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലീൻ എനർജി സോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഒത്തിരി ഹെൽത്ത് ഇൻസെൻറ്റീവ്സ്, എൻവയറമെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീലി അവൈലബിൾ ആണ് അതിൻ്റെ ഇൻപുട്ട്, പ്രത്യേകിച്ച് സോളാർ എനർജി പോലെയുള്ളത്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ് റിന്യൂവൽ എനർജിക്ക്. പിന്നീട് അതുപോലെ തന്നെ റിന്യൂവൽ എനർജി നമുക്ക് ഭയങ്കര മണി സേവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ എനർജി സോഴ്സസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട, നമുക്ക് ക്രൂഡ് ഓയിലോ നാച്ചുറൽ ഗ്യാസോ അങ്ങനെയുള്ള സാധനങ്ങൾ കോളൊന്നും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ ദേ ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ട് വി ക്യാൻ സേ ദി അഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവൽ എനർജി സോഴ്സസ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതായത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവൽ എനർജി സോഴ്സസ്. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജാണ് റിന്യൂവൽ എനർജി സോഴ്സസിനുള്ളത്? ആ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണോ നമ്മൾ ശരിക്കും റിന്യൂവൽ എനർജി സോഴ്സ് ഉപയോഗിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കാണുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് ദ റിന്യൂവൽ എനർജി സോഴ്സസ് ഓഫ് സം പ്രോബ്ലംസ്, okay, like any other energy source, as well as like we need good technology, okay, high investment, etc. അപ്പോൾ അവിടെ നമുക്ക് നല്ല ടെക്നോളജി വേണം, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലപോലെ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് റിന്യൂവൽ എനർജി സോഴ്സ് നമുക്ക് ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓരോ ഡിസഡ്വാൻറ്റേജ് നമുക്ക് കാണാം. ഫോളോയിങ് ആർ ദി മെയിൻ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് renewable energy sources. First one is higher level of initial investment. നമുക്ക് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര വിലയായിരിക്കും. ഒരു ഉദാഹരണം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ഒരു സോളാർ പാനൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻപുട്ടുകളൊന്നും വേണ്ട, പൈസ അധികം മുടക്കണ്ട, നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് റിന്യൂവൽ എനർജി സോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ദേ നീഡ് ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് സോളാർ എനർജി സെൽസ്, and we have to invest heavily at the beginning to start renewable projects. For example, in the case of solar energy, we need panels, storage and distribution lines, and they have to be established. This is tough for a developing country. ഇപ്പോൾ നമ്മളെ ഡെവലപ്പിംഗ് കൺട്രീസ് സംബന്ധിച്ചുള്ള അവർക്ക് ഇഷ്ടംപോലെ പൈസ കാണുമല്ല, നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയധികം ഇൻവെസ്റ്റബിൾ റിസോഴ്സ് കാണുമല്ലോ ഈ പാനൽസ് എല്ലാം മേടിച്ച് വെക്കാനും, പാനൽസിൽ നിന്ന് ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്തിട്ട് ബാറ്ററി സംഭരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന എനർജിയൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് വേണമല്ലോ, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്. അപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങൾ വേണം. എന്തൊക്കെ വേണം? പാനൽസ് വേണം, സ്റ്റോറേജ് വേണം, ഡിസ്ട്രിബ്യൂഷൻ പാനൽസ് വേണം. ഇപ്പോൾ എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ ആദ്യമേ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. To overcome this, the governments are giving incentives such as tax credits. ഉദാഹരണം പറയുകയാണെങ്കിൽ പാനൽസിന് ടാക്സ് ക്രെഡിറ്റ്സ്, അല്ലെങ്കിൽ സബ്സിഡി നമുക്ക് മേടിക്കാൻ വേണ്ടി സബ്സിഡീസ് ടു പ്രൊമോട്ട് റിന്യൂവൽ എനർജി ടെക്നോളജി. Okay, so that is about the initiatives taken by the government to overcome the problem of high level of initial investment which are needed, to promote or to create renewable energy. Okay, then second one is a technological one, practical one rather. Fluctuation and uncertainty in production and supply. This is very practical. If you are using it, you can understand that the amount of energy that you can create from what we can say renewable energy sources like solar, it depends upon what we can say the amount of solar insolation. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രമാത്രം സോളാർ ഇൻസുലേഷൻ അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടും എന്നുള്ളതനുസരിച്ച്, മഴ മോഡിലാണെങ്കിൽ സോളാർ എനർജിയുടെ പ്രകാശം കുറവായിരിക്കും. അതുപോലെ തന്നെ സോളാർ പാനലിൻ്റെ മുകളിൽ പൊടിയൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് സോളാർ എനർജിയുടെ ഒരു പ്രത്യേകത, സൺലൈറ്റിൻ്റെ എമൗണ്ട് കിട്ടുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുകയും കുറയുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അതുകൊണ്ട് എന്തുണ്ട്, ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ ഉണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. ദ മെയിൻ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് സോളാർ എനർജി ഇസ് ദാറ്റ് ദർ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, വിൻഡ് എക്സെട്രാ. ദാറ്റ് വിൻഡ് എനർജി ഇല്ല. മെനി ഓഫ് ദീസ് റിസോഴ്സസ് കനോട്ട് ബി അവൈലബിൾ 24/7 എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. രാത്രി എന്തായാലും സോളാർ എനർജി ഇല്ലല്ലോ.
ഇയർ റൗണ്ട് നമുക്കെപ്പോഴും ഒരു വർഷത്തിൽ മുഴുവനും കിട്ടണമെന്നില്ല. സൺലൈറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഡ്യൂറിങ് നൈറ്റ്. സം ഡേയ്സ് മേ ബി വിൻഡിയർ ദാൻ അതേഴ്സ് ആൻഡ് ഡ്രോട്ട്സ് മേ ഒക്കർ ഫോർ പീരിയഡ്സ് ഓഫ് ടൈം റെഡ്യൂസിങ് ഹൈഡൽ പവർ ജനറേഷൻ. ഹൈഡൽ പവറിൻ്റെ കേസാണെങ്കിൽ നമുക്കറിയാം വേനൽക്കാലത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കുറവായിരിക്കും. സോ ദർ ക്യാൻ ബി അൺപ്രെഡിക്റ്റബിൾ വെതർ ഈവൻറ്റ്സ് ദാറ്റ് ഡിസ്റപ്റ്റ്സ് ദിസ് ടെക്നോളജീസ് ആൻഡ് പ്രൊഡക്ഷൻ ആസ് വെൽ as ഇപ്പോൾ നമുക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള ഈ സോളാറിൻ്റെ എനർജിയുടെ വേരിയേഷൻ, അതുപോലെ തന്നെ വിൻഡിൻ്റെ വേരിയേഷൻ, അതുപോലെ തന്നെ എന്താണ് മഴയുടെ വ്യത്യാസം, ഇവയൊക്കെ കാരണം എന്ത് സംഭവിക്കുന്നറിയോ, നമുക്ക് ഈ റിന്യൂവൽ എനർജി എന്നുള്ള പ്രൊഡക്ഷൻ വ്യത്യാസമായിരിക്കും, അൺസ്റ്റേബിളായിരിക്കും. ഓക്കെ, ദെൻ ദർ കംസ് ദ തേർഡ് പ്രോബ്ലം, ദാറ്റ് ഈസ് അബൌട്ട് സ്റ്റോറേജ് ഇഷ്യൂസ്. നമുക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് നമുക്കറിയാവുന്ന പവർ അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം. അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് UPSൻ്റെ ഫുൾ ഫോം പോലും. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ബ്ലോക്കൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിൾ വോൾട്ടേജിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഇലക്ട്രിക്കൽ ആസ് വെൽ ആസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അപ്പോൾ അവർക്ക് ആയുസ് കാണുള്ളൂ. അപ്പോൾ സ്റ്റേബിൾ പവർ സപ്ലൈക്ക് വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ KSEB എന്തെല്ലാം മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു പ്രശ്നം അറിയാം, നമ്മൾ സോളാർ എനർജി ആട്ടെ അങ്ങനെയുള്ള ഏത് എനർജി സോഴ്സ് ആട്ടെ എത്രമാത്രം സപ്ലൈ കിട്ടുന്നു, എത്രമാത്രം സോളാറിന് ഇൻസ്റ്റലേഷൻ വരുന്നു, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും, അതില്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളൊരിടത്ത് സോളാർ എനർജി ഇങ്ങനെ ഉണ്ടാക്കി പ്ലാന്റുകൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക പാനൽസൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് നമ്മൾ സോളാർ എനർജി കൊടുത്തു വിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ലൈനിലേക്ക് നമ്മൾ കൊടുത്തു വിട്ടു. അങ്ങനെ കൊടുത്തു വിടുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം എന്നാണെന്നറിയോ, നമ്മൾ എനർജിയും കൊണ്ടുപോകാം ഇങ്ങോട്ട് കറണ്ട് കമ്പിയിൽ. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതിലോട്ട് കറണ്ടിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഗ്രിഡ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഭയങ്കര വോൾട്ടേജ് കൂടുന്നു കുറയുന്നു, അങ്ങനെ വരുമ്പോൾ ഈ ഗ്രിഡിന് താങ്ങാൻ പറ്റില്ല, അത്ര അൺസ്റ്റെബിലിറ്റി. സ്റ്റേബിളായിരിക്കണം. അപ്പോൾ കോളിൻ്റെ കേസിലാണെങ്കിലും കോൾ നമുക്കതല്ലെങ്കിൽ ഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള പവർ പ്രൊജക്റ്റിൻ്റെ കേസാണെങ്കിലും ഇനി അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ പോലും ഹൈഡ്രോ ഇലക്ട്രിസിറ്റി കാരണം വെള്ളം തുറന്നു വിടുകയാണല്ലോ, നമുക്ക് അതിൻ്റെ മേൽ കൺട്രോൾ ഉണ്ട്. ഇത് നമുക്ക് സ്റ്റേബിൾ പ്രൊഡക്ഷൻ ഉണ്ട്. സ്റ്റേബിൾ പ്രൊഡക്ഷൻ ഭയങ്കര സ്റ്റേബിളായിരിക്കും, നമുക്കത് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് സൂര്യപ്രകാശം അനുസരിച്ച് പ്രൊഡക്ഷൻ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഒരു ബാറ്ററി സംവിധാനം വേണം. അപ്പോൾ എത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ബാറ്ററി വേണം, വലിയ എക്സ്പെൻസ് ആവശ്യമാണ് ബാറ്ററിക്ക്, ശരിയല്ലേ? എന്നിട്ട് ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് എന്ത് കൊണ്ടുപോകേണ്ടി വരും, നമുക്കിങ്ങനെ ഇലക്ട്രിസിറ്റി സ്റ്റേബിളായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. സ്റ്റോറേജ് ബാറ്ററി നമുക്ക് വേണം. Because of the fluctuation in the production of renewable energy sources, there is high need for energy storage in the form of batteries. Huge batteries are costly and non-practical. അപ്പോൾ ഇങ്ങനെ ഇപ്പം എത്ര നമ്മൾ പറയാം, ഒരു 1000 ഏക്കറിൽ മുഴുവൻ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ടെല്ലാം കൂടെ സൂക്ഷിച്ച് വെക്കാൻ എത്രമാത്രം വലിയ ബാറ്ററി വേണം, നടക്കുന്ന കേസാണ്. അല്ല, നേരെ ട്രാൻസ്മിഷൻ വിടുക എന്നുള്ളതാണ്. ട്രാൻസ്മിഷൻ വിടുക, അങ്ങനെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് വിടുവാണെങ്കിൽ ആ ട്രാൻസ്മിഷൻ ലൈൻ ഈ ഫ്ലക്ച്വേഷൻ ഏറ്റുവാങ്ങാൻ മാത്രം എന്തുണ്ടായിരിക്കണം, അത്രയൊരു ടെക്നോളജി ക്യാപ്പബിലിറ്റി ആ ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടായിരിക്കണം. ഓർഡിനറി ട്രാൻസ്മിഷനിലേക്ക് വിടാൻ പറ്റുമോ? ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് ആ ട്രാൻസ്മിഷൻ ലൈൻ വലിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്തോരം കോസ്റ്റ് ആവും. അപ്പോൾ ഇതെല്ലാം പ്രായോഗികമായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് ഭയങ്കര സുന്ദരമാണെന്ന് തോന്നും സോളാർ എനർജി. പക്ഷേ യഥാർത്ഥത്തിൽ അത് ടെക്നോളജി റിക്വയർമെൻറ്റ് വളരെയധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റീഡ് മോഡിലേക്ക് ഇട്ടോട്ടെ. ഓക്കെ, നൗ സോ സിമിലർലി വാട്ട് വി ക്യാൻ സേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ദി ട്രാൻസ്മിഷൻ ലൈൻസ് ഹാവ് ടു ബി ബിൽറ്റ് സെപ്പറേറ്റ്ലി ഫോർ റിന്യൂവബിൾ എനർജി. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞ് ഇന്ത്യയിൽ എന്താണ് ഇഷ്ടംപോലെ എനർജി ഉണ്ട്. ഇന്ത്യ ഇങ്ങനെ വരയ്ക്കും കേട്ടോ, നിങ്ങൾ ഇതുപോലെ ഒന്നും വരച്ചേക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭയങ്കരമായിട്ട് എനർജി ഉണ്ട് കേട്ടോ. നോർത്ത് ഈസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എനർജി കൊണ്ടുവരും, നമ്മളൊക്കെ ഉപയോഗിക്കും. പിന്നെ അവർ നിന്ന് ഡൽഹിക്കും കൊടുക്കും, പിന്നെ മിച്ചമുള്ളതൊക്കെ മഹാരാഷ്ട്രയിലേക്കും കൊടുക്കും. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഇഷ്ടംപോലെ ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റ് മിച്ചമുള്ള ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നാഷണൽ പവർ ഗ്രിഡ് ഉണ്ട്. നമ്മൾ പറയും ഇതിന് പറയുന്നത് നാഷണൽ പവർ ഗ്രിഡ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗമുള്ളൂ, പ്രൊഡക്ഷൻ ഇല്ല, നാഷണൽ പവർ ഗ്രിഡ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പോലും നമുക്കിങ്ങനെ ഇലക്ട്രിസിറ്റി ഇഷ്ടംപോലെ കിട്ടാനുള്ള കാരണം ഈ പവർ ഗ്രിഡിൽ കൂടെ കേരളത്തിലേക്ക് ഇങ്ങനെ ഇലക്ട്രിസിറ്റി വരിക. മനസ്സിലായി? കൂടംകുളം എവിടെയാണ് ഇങ്ങനെ തീർത്താം, അവിടെ നിന്ന് ഇങ്ങനെ ഇലക്ട്രിസിറ്റി വരിക, കറണ്ട് കമ്പിയുണ്ട്. അപ്പോൾ അങ്ങനെ പവർ ഗ്രിഡ് ഉണ്ട്. ആ പവർ ഗ്രിഡിലേക്ക് നമുക്ക് ഈ ഫ്ലക്ച്വേഷനുള്ള ഈ സോളാർ എനർജി കയറ്റിവിടാൻ പറ്റുമോ? ഇല്ല. അപ്പം സോളാർ എനർജി സെപ്പറേറ്റ് ആയിട്ടുള്ള എന്ത് വേണം, പവർ ലൈൻ വേണം. അതിന് പറയുന്നത് അങ്ങനെ ഗവൺമെൻറ് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പവർ ലൈൻ വലിക്കാൻ വേണ്ടി. അതിന് ഗ്രീൻ കോറിഡോർ എന്നാണ് പറയുന്നത്. ഗ്രീൻ കോറിഡോർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഇതിലേക്ക് കയറ്റിവിടാൻ, ഈ ഗ്രിഡിലേക്ക് കയറ്റിവിടാൻ. അപ്പം ഇനി വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്തോ
എത്ര അതിൻ്റെ ബാലൻസാണ് നമ്മൾ കോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം സോളാറിൻ്റെ പിന്നെ മിച്ചമുള്ള കോളങ്ങ് വിടുക. അപ്പം സോളാർ കുറച്ചേ കാണുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് ഒരു ഒബ്ജക്റ്റീവ് തന്നെ. അപ്പോൾ നമുക്ക് വെറുതെ സോളാർ പാനൽ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, അത് സ്റ്റോറേജ് വേണം, പിന്നെ എന്ത് വേണം, അതിന് ട്രാൻസ്മിഷൻ ലൈൻ വേണം, ശരിയല്ലേ, സ്റ്റേബിൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ഒക്കെ ആക്കി മാറ്റാനുള്ള ടെക്നോളജി വേണം. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ പ്രീ റിക്വസിറ്റാണ്. ടെക്നോളജി വലിയൊരു പ്രശ്നമാണെന്ന കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. നമ്മൾ റിന്യൂവൽ എനർജിയുടെ കേസിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ടെക്നോളജി വേണം. അതുപോലെ ഈ ടെക്നോളജിയുള്ള ഈ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഇരിക്കുന്ന സോളാർ പാനൽ എവിടെ നിന്ന് വരുന്നു? ആ ചൈനയിൽ നിന്ന് വരുന്നത്. ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ പേരിൽ അത് വരുമോ? അപ്പോൾ ആ ചൈനയിൽ നിന്ന് വരുന്ന സോളാർ പാനൽ ഇന്ത്യയിൽ നമ്മുടെ വീടുകളിലൊക്കെ വില കുറച്ച് തരാൻ വേണ്ടി ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് വരാം നാഷണൽ സോളാർ മിഷൻ. ഞാനിവിടെ ഒരു പടം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പവർ ഗ്രിഡ് പോവുക ഇങ്ങനെ ഇലക്ട്രിസിറ്റി. നിങ്ങൾ ഒരു വർഷം കണ്ടിട്ട് വേണം ഇങ്ങനെയുള്ള ഭയങ്കര ടവറിൽ കൂടെ ഇലക്ട്രിസിറ്റി പോകാൻ. ഇതുണ്ടോ അവിടെ കൊണ്ടൊരു വലിയ ഭയങ്കര സ്റ്റേഷൻ, ആ സ്റ്റേഷൻ കൊണ്ട് ഇലക്ട്രിസിറ്റി കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ഇന്നുണ്ട് ഇലക്ട്രിസിറ്റി ഗ്രിഡുകളുണ്ട്. അപ്പം പവർ ഗ്രിഡിൽ കൂടെ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ നടത്തും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഒരു മാപ്പാട്ടോ, പവർ ഗ്രിഡിൻ്റെ ഒരു മാപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ വരിക ഉണ്ടോ, നോർത്ത് ഈസ്റ്റിലാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാകുന്നത്. അവർക്ക് സർപ്ലസ് ആണെന്നുള്ളതാണ്, അവിടെ സർപ്ലസ്സാണ്, നമുക്കൊരു ഡെവസിറ്റ്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇതുണ്ടോ, ഇതിലെ വരുന്നുണ്ടോ, ഇതിലെ വരുന്നുണ്ടോ, ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ. അതൊക്കെ പഴയൊരു മാപ്പാണ്. ഇപ്പോൾ പുതിയ മാപ്പ് അനുസരിച്ചാണ് ഈ കൂടംകുളത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു വരവും കൂടെ, കൊല്ലം കൂടി ഇതിലൊരു വരവും ഒരു ലൈൻ കൂടെ വലിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാം, അതായത് ഈ സോളാർ ഇലക്ട്രിസിറ്റി പ്രായോഗിക സൈഡിലാണ് ഞാൻ പറയുന്നത്, മോശമല്ല. പക്ഷേ നമുക്കതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റുള്ള ട്രാൻസ്മിഷൻ ലൈൻ മേടിക്കണം. ഇപ്പം KCB നമ്മുടെ ഇലക്ട്രിസിറ്റി മേടിക്കണം. അപ്പം ഇതിനൊക്കെ നല്ല ടെക്നോളജി ആവശ്യമുണ്ട്. പിന്നെ എന്ത് വേണ്ടിയിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ശരിയല്ല, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള സോളാർ എനർജി അല്ലെങ്കിൽ റിന്യൂ എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഉണ്ടോ വിൻഡിൻ്റെ നമുക്ക് വീട്ടിലെ കറണ്ട് ഇതുപോലെ സോളാർ ഉണ്ടോ. റൂഫ് ടോപ്പ് എന്നതിന് പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞില്ല ഇടയ്ക്കൊക്കെ. റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുകളിൽ വെക്കുന്ന അർത്ഥം. വീടിൻ്റെ മാത്രമല്ല, കെട്ടിടങ്ങളിലൊക്കെ അല്ല, ബിൽഡിങ്ങിൻ്റെ എല്ലാം മുകളിൽ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലേക്കോ വീട്ടിലേക്കുള്ള വൈദ്യുതി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ സോളാർ റൂഫ് ടോപ്പ് പ്രൊജക്റ്റ് എന്നതിന് പറയുന്ന പേര്. അപ്പം ഈ റൂഫ് ടോപ്പ് പ്രൊജക്റ്റ് നമ്മുടെ വീടുകളിലും കടകളിലും കെട്ടിടങ്ങളിലും ഒക്കെയാണ്. പക്ഷേ നമ്മൾ മുമ്പേ കണ്ട സംഭവങ്ങളുണ്ടല്ലോ, ഭയങ്കര വലിയ ഗ്രിഡായിട്ടുള്ള പാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര വലിയ പ്രോജക്റ്റ്. ആദ്യമേ ഞാൻ കാണിച്ചായിരുന്നല്ലോ, നമുക്ക് ജസ്റ്റ് നോക്കാം. അതുണ്ടല്ലോ, ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണിത്. ഇപ്പോൾ പാവക്കാട് പോലുള്ള സ്ഥലത്ത് അവിടെ എങ്ങനെയായിരിക്കും, അവിടെ ഇങ്ങനെ ലക്ഷക്കണക്കിന് കുഞ്ഞ് പാനൽസ് കൊണ്ട് വെച്ച്, കുഞ്ഞെല്ലാം ആവറേജ് വലിയുള്ള പാനൽസാണ്, സ്ഥലം വലുതാണ്ട് ചെറുതായിട്ട് തോന്നുന്നത്. അങ്ങനെ പാനൽസ് വെച്ച് ഇലക്ട്രിസിറ്റി മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അത് റൂഫ് ടോപ്പ് അല്ല. അപ്പം ഗവൺമെൻറ് 2 ലക്ഷ്യമാണല്ലോ. ഒന്ന് വലിയ അൾട്രാ മെഗാ പവർ പ്രോജക്റ്റ്. അൾട്രാ എന്ന് പറഞ്ഞാൽ വലുത്, മെഗാ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത്. അപ്പോൾ അൾട്രാ മെഗാ പവർ പ്രോജക്റ്റ് എന്തിലാണ്, സോളാർ പവർ പ്രോജക്റ്റ് ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ സാധാരണ ചെറിയ റൂഫ് ടോപ്പ് ആയിട്ടുള്ള സോളാർ പാനലുണ്ട്. ഇത് വീട്ടിലേക്കാണെങ്കിൽ ഇത് കൊമേഴ്സ്യലായിട്ട് എനർജി വിൽക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായല്ലോ. അങ്ങനെ ഗവൺമെൻറ് പല ലക്ഷ്യങ്ങളുണ്ട്, ഓർത്തേക്കണം. റൂഫ് ടോപ്പിന് വേണ്ടി വേറെ ടെക്നോളജിയൊക്കെയാണ് ഗവൺമെൻറ് നമുക്ക് തരുന്നത്. ഓക്കെ, നമ്മുടെ പഴയ ടോപ്പിലേക്ക് ഞാൻ പോകാം കേട്ടോ. എനിക്ക് ഇടയ്ക്കൊക്കെ മുകളിലേക്കൊക്കെ പോകേണ്ടി വരും, ഡിസ്ട്രാക്ഷൻ ഒന്നും മേടിക്കണ്ട. പക്ഷെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇന്നോ നമ്മൾ റൂഫ് ടോപ്പ് എന്നുള്ള വാക്ക് പഠിച്ചു. ഇനി അടുത്തത് ജോഗ്രഫിക് ലിമിറ്റേഷൻസ്. എന്തൊക്കെയാണ് ഈ സോളാർ പാനൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, വിൻഡ് പാനൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അതിനനുസരിച്ച് പറ്റിയ ജോഗ്രഫി വേണം. സ്ഥലം ഇഷ്ടംപോലെ മിച്ചം വേണം. ഇപ്പോൾ ജയ്സാൽമേർ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ കേട്ടാണ്, ജയ്സാൽമേർ. ഇവിടെ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ അവിടെ എല്ലാം ഡെസേർട്ടാണ്. അവിടെയൊക്കെ എന്ത് ചെയ്തേക്കോ, വലിയ സോളാർ പാനലുകൾ വെക്കാനുള്ള സ്ഥലം ലേലത്തിന് കൊടുത്തേക്കോ. അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞ ബണ്ടിലൊക്കെ 2 രൂപ 10 പൈസയ്ക്കൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര കോസ്റ്റ് കുറവാണ്. സോ ജോഗ്രഫിക് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് നോക്കാം. ഫോർ ദ യൂട്ടിലൈസേഷൻ ഓഫ് റിന്യൂ എനർജി വിൻഡിയർ ആൻഡ് സണ്ണിയർ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ആർ നീഡഡ്. നമുക്കറിയാലോ, ഭയങ്കര സൂര്യപ്രകാശമുള്ള. ഇൻ ഇന്ത്യ ദി ഡിസേർട്ട് ആൻഡ് നോൺ ഫാം ഏരിയാസ് ആർ സ്യൂട്ടബിൾ ഫോർ സോളാർ എനർജി. അപ്പോൾ ഡിസേർട്ടായിട്ടുള്ള, മരുഭൂമിയായിട്ടുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യാത്ത നോൺ ഫാം എന്ന് പറയുന്ന ഏരിയയൊക്കെ നമുക്ക് അതിന് സ്യൂട്ടബിൾ ഉപയോഗിക്കാൻ പറ്റും. ആന്ധ്രാപ്രദേശിൽ കൂടെ ട്രെയിനിൽ പോയി നമുക്ക് മനസ്സിലാവും, ഏക്കർ കണക്കിന് 100 കണക്കിന് ഏക്കർ വെറുതായിട്ട് കിടക്കും. അവിടെയൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റുകൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സെവറൽ പാർക്സ് ഇൻക്ലൂഡിങ് കാമുത്തി, പാവഗാഡ ആർ ഇൻ ബാരൻ ഓർ അൺയൂസ്ഡ് ലാൻഡ് ഓർ ലാൻഡ്സ് വിത്ത് ലോ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. ബാരൻ എന്ന് പറഞ്ഞ് ഉപയോഗശൂന്യമായ, അപ്പോൾ അൺയൂസ്ഡ് ലാൻഡ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റിവിറ്റി ഇല്ലാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രോജക്റ്റുകൾ വരുന്നത്. ആഡിക്വസി ഓഫ് വാട്ടർ ഈസ് ഓൾസോ അനദർ മേജർ പ്രോബ്ലം ഓഫ് സോളാർ പ്ലാന്റ്സ്. സോളാർ പ്ലാന്റ്സിൻ്റെ വേറൊരു പ്രശ്നം ആഡിക്വസി. നമുക്ക് വാട്ടർ വേണം. കാരണം എന്നറിയാം, ഈ പാനൽസിൻ്റെ കൂടുതൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജയ്സാൽമേർ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ മണൽക്കാറ്റ്.
അപ്പം സാൻഡ് സ്റ്റോം എന്ന് പറയും. ഓക്കെ, ഈ മണൽക്കാറ്റത്ത് എന്ത് വരും, മണലും പൊടിയും വരും. എന്നിട്ട് ഈ പാനലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കിടക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അടിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കിട്ടുമല്ലോ. അപ്പോൾ ഈ പാനലിങ്ങനെ വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ആ മരുഭൂമി വെള്ളം വേണ്ടേ, അപ്പോൾ വാട്ടർ സപ്ലൈ ആവശ്യമുണ്ടായിരിക്കണം, ആഡിക്വസി ഓഫ് വാട്ടർ. അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ മരുഭൂമിയിൽ അങ്ങനെ വെള്ളം ഉണ്ടാകും, വെള്ളം കൊണ്ടുവന്നേ പറ്റും, എന്നാലേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. So availability of such land with such sunlight is needed for the production of solar energy. Okay, rich sunlight. Okay, now renewable energy and sophisticated technology. മികച്ച ടെക്നോളജി വേണം. റിന്യൂവൽ എനർജിയുടെ നമ്മൾ പറഞ്ഞല്ലോ, ബാറ്ററി വേണം, നല്ല ട്രാൻസ്മിഷൻ ലൈൻ വേണം. ഏറ്റവും നമുക്ക് പാനൽസ് ഉണ്ടാക്കണം. പാനൽസ് ആണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് കുറച്ചും ഏറ്റവും നല്ല ടെക്നോളജിയും മിടുക്കായിട്ടുള്ള അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാനൽസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പൈസ ചിലവുന്നുണ്ട്. അങ്ങോട്ട് പൈസ പോവല്ലേ, നമ്മുടെ പൈസയൊക്കെ പോവല്ലേ. അപ്പോൾ നമുക്ക് ലോക്കലൈസ് ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. യൂസ് ഓഫ് റിന്യൂവൽ എനർജി നോട്ടോ. NSS is goods technology, but the technological superpowers are in the West and as well as in China. ഞാനത് ആഡ് ചെയ്യാതെ പോയതാ. Who isn't interested to develop solar energy? Okay, including West, as there is only low level of solar installation those countries. ഇപ്പോൾ നമ്മൾ വെസ്റ്റിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിലൊക്കെ സോളാർ എനർജി കൊണ്ട് ഒരു ഉപകാരമില്ല. കാരണം സൂര്യപ്രകാശം ഭയങ്കര ഓവറായിരിക്കും. ചിലപ്പം 3 മാസമൊക്കെ കുറച്ച് കാലത്തോളം ഒരു ദിവസത്തിൽ ചിലപ്പം പറയുകയാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ സൂര്യപ്രകാശം, അവിടെ പാനലുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ചൂടും കുറവായിരിക്കും. അതുകൊണ്ട് അവരെ സോളാർ എനർജി എന്ന് പറയുന്നത് അവിടെ വലിയ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഈ ട്രോപ്പിക്കൽ ഏരിയയിലെ സോളാർ എനർജി ട്രോപ്പിക്കൽ ഏരിയയുടെ ശരിക്കും ഒരു എനർജി സോഴ്സാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വെസ്റ്റുകാരെന്നറിയോ, അവർക്ക് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്കാണല്ലോ സോളാർ എനർജി ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഫോർ ഇന്ത്യ ആൻഡ് അതർ ട്രോപ്പിക്കൽ കൺട്രീസ്, ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ടെക്നോളജി ദാറ്റ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ദ മെയിൻ പ്രോബ്ലം. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ സോളാർ എനർജി ഈ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് നമ്മളോട് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഈ ഉത്തരവാദിത്തം എല്ലാം നമ്മുടെ വേറെ ഒരു രാജ്യം ചെയ്യല. കാരണം നമുക്ക് പറ്റിയ ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഈ എനർജിയാണ് സോളാർ എനർജി. ബിസൈഡ്സ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ഔട്ട് ഇമ്പോർട്ട് മെഷീനറീസ് ആൻഡ് സോളാർ പാനൽ ഫ്രം ഡെവലപ്ഡ് വേൾഡ് ആൻഡ് ചൈന അറ്റ് ഹയർ പ്രൈസസ്. അപ്പോൾ നമ്മൾക്ക് പൈസ ഇല്ലാതിരിക്കുക, ഡോളറൊന്നും ഇല്ലാതിരിക്കുക, അന്നേരം നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ടെക്നോളജി നമ്മൾ മേടിക്കണം, അതുപോലെ സോളാർ പാനൽസ് നമ്മൾ മേടിക്കണം. ഇവിടെ നിന്ന് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും, വെസ്റ്റ് യൂറോപ്പ് പോലെ ഏരിയയിൽ നിന്നും, ചൈനയിൽ നിന്നൊക്കെ. ദിസ് കോസസ് ട്രേഡ് ഡെഫിസിറ്റ്. അതേസമയം നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. കാരണം എന്താ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് കൊടുക്കണം, നമുക്ക് ഡോളർ കൊടുക്കണം അവർക്ക്, അല്ലേ? ഡോളർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവും. പ്രൊഡ്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ഫോറിൻ ടെക്നോളജി. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആശ്രയത്വം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴും അവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കും ടെക്നോളജിക്ക് വേണ്ടി. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധി. ഇലക്ട്രോണിക്കലായിട്ടുള്ള ഒരു സാധനം പോലും നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, ഒരു ആപ്പ് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് എപ്പോഴും ഇവരെയൊക്കെ ആശ്രയിക്കേണ്ടി വരിക. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് കാണുന്നത് ഇന്ത്യയിലെ റിന്യൂവൽ എനർജി സെനാരിയോ നമ്മൾ കാണുക. എന്താണ് ഇന്ത്യയിലെ റിന്യൂവൽ എനർജിയുടെ ഒരു ചിത്രം? ഇന്ത്യ ഹാസ് എ റിച്ച് സോഴ്സ് ഓഫ് റിന്യൂവൽ എനർജി. ഇന്ത്യ റിച്ച് സോഴ്സ് ഓഫ് റിന്യൂവൽ എനർജി. ഭയങ്കരമായിട്ട് റിന്യൂവൽ എനർജി ഇന്ത്യക്ക് ഏറ്റവും പ്രധാനമായിട്ട് സോളാർ എനർജിയാണ്. സോളാർ പൊട്ടൻഷ്യൽ ഓഫ് ദി കൺട്രീസ് ഹൈ എമൗണ്ട് മേജർ ഇക്കോണമീസ്. ലോകത്തിലുള്ള ഇക്കോണമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സോളാർ എനർജിയുടെ പൊട്ടൻഷ്യലുള്ള ഇന്ത്യയാണ്. 1000 ഗിഗാവാട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ഇന്ത്യയിലൊരു ശരിക്കും പറഞ്ഞാൽ എന്തോരം വേണമെന്ന് പറയും. ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി 230 ഗിഗാവാട്ട് മാത്രം ഇലക്ട്രിസിറ്റി നമുക്ക് മതി. സോളാർ എനർജിക്ക് തന്നെ 10000 ഗിഗാവാട്ടിൻ്റെ കപ്പാസിറ്റി, ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ. പക്ഷെ നമ്മളാണ്ട് 10-20 ഗിഗാവാട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതുവല്ല ഒരു 40 ഗിഗാവാട്ട് ഇപ്പോൾ ഉണ്ട്, ഗിഗാവാട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഇന്ത്യയിലുണ്ട്. ഇന്ത്യസ് ഹൈ പൊട്ടൻഷ്യൽ ഓഫ് റിന്യൂവൽ എനർജി കെയിം ടു ലൈം ലൈറ്റ് ഇൻ റീസെൻറ്റ് times. Since then, the government has revised production target for renewable energy and prepared several associated schemes like National Solar Mission, Solar Packs, which are and engaged with International Solar Alliance to reap the benefits of the potential. Okay, അപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വലിയ കാലമൊന്നും ആയിട്ടില്ല. 2012 തൊട്ട് ഗവൺമെൻറ് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരാൻ തുടങ്ങി. സോളാർ എനർജി ടാർജറ്റ് 2022 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, 2022 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഗവൺമെൻറ് കൊടുക്കുന്നു. അതിൻ്റെ കീഴിലെന്ന് പറയാം, ഓരോ പ്രാവശ്യം സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാർജറ്റ് ഗവൺമെൻറ് കൂട്ടി വെക്കുക. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ് പ്രതീക്ഷിക്കുക. ഇന്ത്യസ് ഹൈ പൊട്ടൻഷ്യൽ ഫോർ റിന്യൂവൽ എനർജി കെയിം ടു ലൈം റീസെൻ്റ്ലി. സീൻസ് ദാറ്റ് ദി ഗവൺമെൻറ് ഹാസ് റിവൈസ്ഡ് പ്രൊഡക്ഷൻ ടാർജറ്റ്. ഇപ്പോഴും ഇങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ ടാർജറ്റ് വെക്കുക. സോളാർ എനർജിക്ക് എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊഡക്ഷൻ ഗിഗാവാട്ടിലാവട്ടോ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിന് പല പ്രോഗ്രാംസും എന്താണ്, നാഷണൽ സോളാർ മിഷൻ, സോളാർ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മെഗാവാട്ടിന് മുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർക്കുകൾക്ക് പറയുന്നവരാണ്. ആദ്യം 50 ആണ്, പിന്നെ 100 ആക്കി. ഗവൺമെൻറ് അക്കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നില്ല. ഓക്കെ,
ഇപ്പോൾ അങ്ങനെ സോളാർ പാർക്ക് ഇങ്ങനെ പാനൽസ് ഇങ്ങനെ വെച്ചേക്കുക, ഇങ്ങനെ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോ പിന്നെ അതുപോലെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്ത ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ പറഞ്ഞു ഹരിയാനയിലെ ഗുർഗാവിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. സോളാർ എനർജി പാവപ്പെട്ട ട്രോപ്പിക്കൽ റീജിയനിലെ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ടെക്നോളജി കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു അലയൻസ് ഉണ്ട്, സഖ്യമാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. ഇനി നമ്മൾ കാണുമോ ഇന്ത്യസ് റിന്യൂവൽ എനർജി ഇൻ ഇന്ത്യസ് എനർജി സ്ട്രാറ്റജി. ഇന്ത്യയുടെ എനർജി സ്ട്രാറ്റജിയിൽ, എനർജി തന്ത്രത്തിൽ എത്രമാത്രം റിന്യൂവൽ എനർജിക്ക് ഒരു സ്ഥാനമുണ്ട്. ഫോർ ഇന്ത്യ ദി കൺട്രി has rich renewable energy potential. Another factor is that the positive environmental protection effect of renewable energy. മാത്രമല്ല ഇന്ത്യ ഒത്തിരി മാത്രം പൊല്യൂഷൻ ഉണ്ട്. ആ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റിന്യൂവൽ എനർജിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. സിമിലർലി റിന്യൂവൽസ് എനർജി വിൽ റെഡ്യൂസ് ഇന്ത്യസ് എനർജി ഇമ്പോർട്ട് കോസ്റ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുകയാണല്ലോ. നമ്മുടെ മൊത്തം ഇമ്പോർട്ടിൻ്റെ 33% ക്രൂഡ് ഓയിലാണ്. അപ്പോൾ നമ്മുടെ ഡോളർ ഒത്തിരി പുറത്തേക്ക് പോകും, ശരിയല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് റിന്യൂവൽ എനർജി പ്രൊമോട്ട് ചെയ്യാം. For a country like India, where demand for electricity is driven by fast urbanization, ഭയങ്കരമായിട്ട് അർബനൈസേഷൻ നടക്കും, വ്യവസായത്തിലാണ് നടക്കും, ആൻഡ് റൈസിങ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്, നമുക്ക് തന്നെ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് ആവശ്യം വരിക. ഉള്ളി ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്യാൻ ഫുൾഫിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ ഇച്ചിരി പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി. ഹെൻസ് ദ കൺട്രി ഹാസ് ടു കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് ബൾക്ക് എനർജി ത്രൂ ക്ലീൻ എനർജി സോഴ്സ്, ലൈറ്റ് ടൈപ്പിംഗ് എനർജി സപ്പോർട്ടഡ് ബൈ റിന്യൂവൽ. അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ എപ്പോഴും കോൾ ഉപയോഗിക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൾക്ക് എനർജി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇഷ്ടം പോലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ആറ്റമിക് എനർജി. പിന്നെ അതിൻ്റെ കൂടെ എന്തും വേണം? റിന്യൂവലും വേണം. അങ്ങനെ ഒരു തന്ത്രം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതിൽ റിന്യൂവലിന് ഭയങ്കര ഒരു സ്കോപ്പുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വലിയ സ്ഥാനമുണ്ട്. ഓക്കെ, സോ ടു ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ആൻഡ് സ്പീഡപ്പ് ആക്കുക റിന്യൂവൽ എനർജി പ്രൊഡക്ഷൻ. ദി ഗവൺമെൻറ് ഹാസ് റിവൈസ്ഡ് റിന്യൂവൽ എനർജി ടാർഗറ്റ് ടു 175 GW ആൻഡ് ലോഞ്ച് ദി സോളാർ പാർക്ക് സ്കീം. അപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് ഒരു വലിയ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്, നാഷണൽ സോളാർ മിഷൻ. പിന്നെ അതുപോലെ സോളാർ എനർജി പാർക്ക് സ്കീം കൊടുക്കുന്നു. പിന്നെ ഈ റിന്യൂവൽ എനർജി ടാർഗറ്റ് 175 GW ആയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? കൂട്ടിവെച്ചു. ഓക്കെ, അത് ഈയിടെയാണ് കൂട്ടിയത്. ഇനി റിന്യൂവൽ എനർജി പവർ ഇൻ ഇന്ത്യ, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സിറ്റുവേഷൻ നമ്മൾ കാണിക്കുന്നത്. സോളാർ മൊത്തമുള്ള റിന്യൂവൽ 83.5 ആണ്, വിൻഡ് 11.4 ഉള്ള, സ്മോൾ ഹൈഡ്രോ 2.2, മൊത്തം 100%. അപ്പോൾ നമ്മൾ ഈ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഫോർ റിന്യൂവൽ എനർജി, ഈ പൊട്ടൻഷ്യലെ കുറിച്ച് നമ്മൾ പറയുന്നത്, പ്രൊഡക്ഷനെ കുറിച്ചല്ല. ഈ മൊത്തം ഇന്ത്യയിൽ 100 ഉണ്ടെന്ന് വിചാരിച്ചു, 100%. ഇന്ത്യയിലുള്ള മൊത്തം സോളാർ എനർജി പ്രൊഡക്ഷൻ്റെ 83.5% എവിടെയാണ്? സോളാറാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സോളാറിനെ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള വിൻഡാണ്, പിന്നെ സ്മോൾ ഹൈഡ്രോ, പിന്നെ ബയോമാസ്, വേസ്റ്റ് എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സോളാറിൻ്റെ ആ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, ഇനി അടുത്ത് റിന്യൂവൽ എനർജി ടാർഗറ്റ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ റിന്യൂവൽ ടാർഗറ്റ് ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റ് നമുക്ക് എക്സാമിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. ഇത് ഗവൺമെൻറ് ഹാസ് ആൻ അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാർഗറ്റാണ് വെച്ചേക്കുന്നത്. ടാർഗറ്റ് 175 GW ബൈ 2022. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂട്ടിലിറ്റി തന്നെ 230 GW പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു 165 GW ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വൈകുന്നേരം 7 മണിക്കുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും. 7 മണിക്ക് ഡിമാൻഡ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ബൾബ് ഓൺ ചെയ്ത്, TV ഓൺ ചെയ്ത്, എല്ലാ സാധനങ്ങളും ഓൺ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം 7 മണിയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നത് വരെ പീക്ക് ഡിമാൻഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 165 GW. അപ്പോൾ ഏകദേശം അങ്ങനെയുള്ളൂ. ചിലപ്പോൾ 220 താമസിക്കാൻ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിൽ 230 GW പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പബ്ലിക് സെക്ടറിന് തന്നെയുണ്ട്. പ്രൈവറ്റ് സെക്ടറിനെല്ലാം കൂടെ കൂട്ടി 310, പ്രൈവറ്റ് സെക്ടറിന് കൂടി 310 GW ഉണ്ട്. എല്ലാ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകളും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ചിലതൊക്കെ വെറുതെ ഇരിക്കുക. അപ്പോൾ ഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റൊന്നും റൺ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഡീസൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് റൺ ചെയ്യുന്നില്ല, കാരണം ഡീസലിൻ്റെയൊക്കെ വില പോകുന്നുണ്ട്. പിന്നെ എന്താ റൺ ചെയ്യുന്നത്? എല്ലാ കോളും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി പ്രോജക്റ്റും നല്ല പ്രൊഡക്റ്റീവ് ഇലക്ട്രിസിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ഉള്ള പുതിയ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ കോളിൻ്റെ അകത്ത്. അപ്പം അവിടെ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയാം, ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഏകദേശം ഇലക്ട്രിസിറ്റി ഉണ്ട്. പക്ഷേ കോസ്റ്റ് കുറയ്ക്കുക, പൊല്യൂഷൻ കുറയ്ക്കുക, ഈ 2 ടാർഗറ്റ് നമുക്ക് വേണ്ടത്. അതിലാണ് ഈ റിന്യൂവൽ എനർജിയുടെ പ്രാധാന്യം നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ പറയാം 175 GW ബൈ 2022, 2 വർഷം കൂടെ ഉള്ളൂ ഗവൺമെൻറ് ടാർഗറ്റ്. മെയിൻലി ബേസ്ഡ് ഓൺ 100 GW കപ്പാസിറ്റി ഉണ്ട് സോളാർ. അപ്പോൾ നമ്മൾ പറഞ്ഞു 175 ഉണ്ടെന്ന് ഈ റിന്യൂവൽ എനർജിയുടെ ടാർഗറ്റാന്ന് പറയും, GW ഓട്ടോ. അതിൽ 100 GW എന്തിലാണ് ഗവൺമെൻറ് ആശ്രയിച്ചിരിക്കുന്നത്? സോളാറിലാണ്. ഓക്കെ, സോ ഡിവിഷൻ ഓഫ് ദി ടാർഗറ്റ് ഈസ് 100 GW ഫോർ സോളാർ എനർജി, 60 GW ഫോർ വിൻഡ്, 5 GW ഫോർ സ്മോൾ ഹൈഡ്രോ, 1000 MW on 10,000 MW in biomass. Okay, the anchor 10,000 megawatt അല്ല GW അല്ല. ഓക്കെ, ഇത് മെഗാവാട്ട് കുറവാട്ടോ. ഓക്കെ, ടു ദി ടാർഗറ്റ് ഈസ് അച്ചീവിങ് 20 GW ഓഫ് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ ബൈ 2022. മനസ്സിലായി? ഗ്രിഡ് കണക്റ്റഡ്
ഇങ്ങനെ ഗ്രിഡ്. പിന്നെ ഇവിടെ പോവാം കണ്ണമ്പി, അതാണ് ഗ്രിഡ് കണക്റ്റഡ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോളാർ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. എത്ര 20 GW ഉണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനൊക്കെ. അപ്പോൾ ആ 20 GW എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രിഡിലേക്ക് സോളാറിലൂടെ നമുക്ക് വിടാൻ പറ്റണം, ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് ആ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റണം. അതാണ് ഗവൺമെൻറ് ടാർഗറ്റ്. ദി ടാർഗറ്റ് ഓഫ് 175 ഓഫ് റിന്യൂവൽ എനർജി ഇലക്ട്രിസിറ്റി ഈസ് സൈസബിൾ ആസ് ദി പ്രസൻറ്റ് ടോട്ടൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ കപ്പാസിറ്റി ഫ്രം ഓൾ സോഴ്സസ് 275 GW. ഇന്ത്യയുടെ മൊത്തം 275. അപ്പം മനസ്സിലായല്ലോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഏകദേശം ഫിഗേഴ്സൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 260 എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അങ്ങോട്ട് കുറിച്ച് മാറും കേട്ടോ. 175 GW ഗവൺമെൻറ് എന്ത് റിന്യൂവൽ എനർജി തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ പിന്നെ ഇത് എത്ര വലുതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എപ്പോഴൊക്കെ കിട്ടും, എത്രമാത്രം കിട്ടും, എങ്ങനെയൊക്കെ സ്റ്റേബിളാണ്, അതൊക്കെ വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് അത് ആദ്യം ഉപയോഗിക്കുക, ബാക്കിയുള്ളത് കോളിൽ നിന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. Okay, so for decades India was used to conventional energy, fossil fuel based power production. Now with the renewable like solar and wind becomes commercially viable and technologically possible, renewable energy plays a bigger role. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം, now it becomes commercially viable. നമുക്ക് 2 രൂപ 10 പൈസയേ ഉള്ളൂ. ഏത് 1 യൂണിറ്റ് എന്താണ് സോളാർ എനർജിക്ക് ഇപ്പോൾ ചിലപ്പോൾ ആവറേജ് ഒരു 3 രൂപ പ്രതീക്ഷിച്ചു. ടെക്നോളജി നമുക്കുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജിക്കലി പോസിബിൾ. അതുകൊണ്ട് റിന്യൂവൽ എനർജി നമ്മുടെ മൊത്തം എനർജി സ്ട്രാറ്റജിയിൽ ഒരു ക്രിട്ടിക്കൽ റോള്, ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിന്യൂവൽ എനർജി പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. അതിൻ്റെ പേരാണ് നാഷണൽ സോളാർ മിഷൻ. സോളാർ കംസ് അറ്റ് ഹാർട്ട് ഓഫ് ഇന്ത്യസ് റിന്യൂവൽ എനർജി സ്ട്രാറ്റജി. സോളാറാണ് ഇന്ത്യയിലെ റിന്യൂവൽ എനർജി സ്ട്രാറ്റജിയുടെ ഹൃദയം നമുക്ക് പറയാം. സോളാർ പ്രൈമസി ആസ് ദി എനർജി സോഴ്സ് ഓഫ് ദി ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ഇറ്റ്സ് ഹ്യൂജ് പൊട്ടൻഷ്യൽ in the country. India lies in the high solar insolation region. ചൂട് മാത്രമേ ഉള്ളൂ, സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ എങ്ങോട്ടും ആയാലും. അപ്പോൾ പിന്നെ സൂര്യപ്രകാശത്തിന് എനർജി കിട്ടായിരിക്കും. ദി മോസ്റ്റ് ഓഫ് ദി കൺട്രി ഹാവിങ് അബൌട്ട് 300 days ഓഫ് സൺഷൈൻ പറയും. 300 ദിവസവും 360 ദിവസം ആണെങ്കിൽ 300 ദിവസവും സൂര്യപ്രകാശമായിരിക്കും. വെയിലത്ത് നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള സോളാർ എനർജി നമുക്കൊരു പ്രധാനപ്പെട്ട എനർജി സോഴ്സ് തന്നെയാണ്. എ ലോട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ് were launched by the government to tap the huge solar energy potential that amounts to 1000 GW. ഞാൻ ഇവിടെ 1000 GW എന്ന് പറഞ്ഞാൽ 10,000 എന്നൊക്കെ പലയിടത്തും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. 10,000 GW ഉണ്ട്, ചിലത് 10,000. നമുക്ക് ഇവിടെ തൽക്കാലം 1000 എന്ന് പറയും. 1000 GW വേറെ ടാർഗറ്റ് ഈസ് 100 GW 22. സോളാറിൻ്റെ ടാർഗറ്റ് പൊട്ടൻഷ്യൽ സാധ്യത 1000 GW. ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്നത് 100 GW by 2022. ദ മെയിൻ പ്രോഗ്രാം ഇസ് ദി നാഷണൽ റിന്യൂവൽ സോളാർ എനർജി മിഷൻ. ഈ മിഷനിലൂടെയാണ് ഗവൺമെൻറ് ഇത്രയും സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ പ്രൊമിഷനെ ലോഞ്ച് ചെയ്ത് 2010 10 വർഷമായി. ഇസ് ദ ആങ്കർ പ്രോഗ്രാം ഫോർ ദി ഗവൺമെൻറ് ടു കോർഡിനേറ്റ് സോളാർ ജനറേഷൻ എഫേർട്സ്. ഇന്ത്യയിലെ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിൻ്റെയും ആങ്കർ എന്ന് പറയുന്നത് ഈ നാഷണൽ സോളാർ എനർജി മിഷൻ. അതിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എന്താണ് സോളാർ പാനലിലൊക്കെ സബ്സിഡി കിട്ടുന്നത്. മനസ്സിലായല്ലോ. അന്വേർട്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രസ്ഥാനങ്ങൾ സബ്സിഡി തരുന്നുണ്ട്. ലാർജ് നമ്പർ ഓഫ് സോളാർ പാർക്സ് ദാറ്റ് ഹാവ് കപ്പാസിറ്റീസ് ഓഫ് അറൗണ്ട് 500 MW were created. ഒത്തിരി നമ്പർ ഓഫ് സോളാർ പാർക്കുണ്ട്. നമ്മൾ പാവഗാഡ അല്ലേ, കാമുത്തി ഇവയെല്ലാം വലിയ പാർക്കുകളാണ്. എന്ത് പാർക്കുകളാണ്? സോളാർ പാർക്ക്. അതിൻ്റെ കപ്പാസിറ്റി എന്താ? 500 മെഗാവാട്ട് മുകളിൽ. അതിന് പറയുന്ന പേരാണ് അൾട്രാ മെഗാ സോളാർ പാർക്സ്. സിമിലർലി റൂഫ് ടോപ്പ് സോളാർ പ്രോജക്ട്സ് ആർ പ്രൊവൈഡഡ് സബ്സിഡീസ് റേറ്റ് ടു ഹൗസ് ഹോൾഡ്സ് ആൻഡ് സ്മോൾ എൻറ്റിറ്റീസ് ബിസിനസ്. എവിടെ ചെന്നാലും സോളാർ പാനൽ ഇരിക്കുന്നില്ലേ, അതൊക്കെ ഈ റൂഫ് ടോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് സബ്സിഡീസ് നമുക്ക് വരുന്ന ശരിക്കും അതിൻ്റെ ഇരട്ടി വില കൊടുക്കണം മാർക്കറ്റിൽ. ഗവൺമെൻറ് സബ്സിഡീസ് അയച്ച് പൈസ കൊടുത്ത് ക്ലീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നതാണ്. സെവറൽ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് ഗുജറാത്ത്, Rajasthan, Andhra Pradesh, Tamil Nadu, Madhya Pradesh, etc. are quickly developing basic infrastructure for harnessing the solar potential, including construction of solar parks and readying grids. Grids എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാം, ഞാനിങ്ങനെ പറഞ്ഞല്ലോ നിങ്ങളോട്. നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇങ്ങനെ ഓരോ എന്താ പറയുക സ്ഥലത്തൂടെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്ന് വേണ്ടിയിട്ടില്ല, ഇങ്ങനെ എന്താ പറയുക ഭയങ്കര വലിയ ടവറിൽ കൂടെ അത് ഇങ്ങനെ കൊണ്ടുപോയി പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലത്തും ഇതിവിടെ പ്രൊഡക്ഷൻ കൺസംഷൻ നടത്തുന്ന സ്ഥലത്തേക്ക് കറണ്ട് കമ്പി വലിക്കും. അതിന് പറയുന്നത് വരാം പവർ ഗ്രിഡ്. അങ്ങനെ ഗ്രിഡൊക്കെ ഉണ്ടാക്കുക. ഇനി കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ തീർന്നു കേട്ടോ. ഹെഡിങ് ആയപ്പോഴാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? റിന്യൂവൽ എനർജി ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു, ടൈപ്പ് ഓഫ് റിന്യൂവൽ എനർജി ഡിസ്കസ് ചെയ്തു, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവൽ എനർജി ഡിസ്കസ് ചെയ്തു, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവൽ എനർജിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ റിന്യൂവൽ എനർജി ഭയങ്കര പ്രധാനപ്പെട്ടാണ്. എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ എഴുതണമെന്ന് അറിയാം. റിന്യൂവൽ എനർജിക്ക് ഡെഫിനിഷൻ കൊടുക്കണം. നമ്മളെ കൊടുത്തേക്കുന്ന പോലെ തന്നെ പലതരത്തിലുള്ള റിന്യൂവൽ എനർജി ഉണ്ടെന്ന് പറയണം. അതുപോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ പൊട്ടൻഷ്യൽ കൂടിയെന്ന് പറയണം. അതിൻ്റെ മെറിറ്റ്സ് നമ്മൾ പറയണം. എന്താണ് ക്ലീൻ എനർജിയാണ്, പിന്നെ എന്താണ് നമുക്ക് ഇൻപുട്ട് വേണ്ട, അങ്ങനെ ഒത്തിരി മെറിറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയണം. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ കേസ് നമ്മൾ എപ്പോഴും പറയണം. ഇന്ത്യൻ സിറ്റുവേഷൻ എന്നാൽ അതനുസരിച്ചേ നമ്മൾ പറയാവുള്ളൂ. ഇന്ത്യൻ സിറ്റുവേഷൻ നമ്മളവിടെ
ഓരോരുത്തും പറയുന്നുണ്ടല്ലോ, ഉദാഹരണത്തിന് ഇന്ത്യയിലെ മൊത്തം പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഏതൊക്കെയാണ്, എത്രയുണ്ട്, ഇന്ത്യയിൽ എത്രമാത്രം ഏതൊക്കെ വലിയ പ്രോജക്റ്റുകളുണ്ട്, പിന്നെ പവർ ഗ്രിഡിൻ്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യണം, എന്നാലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ റിന്യൂവൽ എനർജി ടോപ്പിക് കഴിഞ്ഞു. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, പരമ്പരാഗതമല്ലാത്ത എനർജി സോഴ്സസ്. കൺവെൻഷണൽ എനർജി സോഴ്സസ് ആർ ദി വൺസ് ദാറ്റ് ട്രഡീഷണലി യൂസ്ഡ് ഫോർ എനർജി പർപ്പസസ്. എനർജി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പണ്ട് തൊട്ടേ ട്രഡീഷണലി യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺവെൻഷണൽ എനർജി സോഴ്സ് ആർ കോൾ ആൻഡ് ക്രൂഡ് ഓയിൽ വിച്ച് ആർ ഫോസിൽ ഫ്യൂൽ. മനസ്സിലായല്ലോ? അപ്പം കോളും ക്രൂഡ് ഓയിലുമാണ് പ്രധാനപ്പെട്ട കൺവെൻഷണൽ പരമ്പരാഗതം നമ്മൾ ഉപയോഗിക്കുന്നത്. വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നു, നമ്മൾ ഡീസൽ പമ്പുകളുണ്ട്, എല്ലാത്തിനും നമ്മൾ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുകയാണല്ലോ. അതായത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡീസൽ, പെട്രോളെല്ലാം ഉപയോഗിക്കുകയാണല്ലോ. കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്, അയൺ സ്റ്റീൽ പ്ലാന്റുകൾ, ഫെർട്ടിലൈസർ പ്ലാന്റ്, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് പരമ്പരാഗതമായി കോളും ക്രൂഡ് ഓയിലുമാണ്. അതെല്ലാം ഫോസിൽ ഫ്യൂൽ കിട്ടുക. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആർ ഡോമിനേറ്റഡ് ബൈ റിന്യൂവൽ എനർജീസ് ലൈക്ക് സോളാർ. ഇപ്പം നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ അതാണ്, അത് ഈ റിന്യൂവൽ എനർജി നമ്മൾ പറയുന്നത്. പരമ്പരാഗതമല്ലാത്ത ഈ അടുത്ത കാലം എമർജി എന്ന് വന്നവയാണ് നമ്മൾ എന്താ പറയുക, നോൺ കൺവെൻഷണൽ എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിളാണ് സോളാർ, റിന്യൂവൽ എനർജി സോഴ്സസ്. ഓക്കെ, മോസ്റ്റ്ലി ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദി മെയിൻ ടൈപ്സ് ഓഫ് റിന്യൂവൽ ആൻഡ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. നമ്മൾ നോക്കാം. സോഴ്സ് ഓഫ് എനർജി കൺവെൻഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോൺ കൺവെൻഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൺവെൻഷണൽ നോൺ റിന്യൂവൽ എനർജി, കൺവെൻഷണൽ റിന്യൂവൽ എനർജി. ഓക്കെ, അപ്പം കൺവെൻഷണൽ നോൺ റിന്യൂവൽ എനർജി എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എക്സെട്ര. ദേ ആർ എക്സാമ്പിൾ. കൺവെൻഷണൽ റിന്യൂവൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫയർവുഡ്, ഓക്കെ, അതുപോലെ തന്നെ കൗ ഡങ്, വെജിറ്റബിൾ വേസ്റ്റ്, വുഡ്, ചാരക്കോൾ എക്സെട്ര. ഈ നോൺ കൺവെൻഷണൽ സോളാർ എനർജി, ഹൈഡ്രോ പവർ, വിൻഡ് എനർജി, ന്യൂക്ലിയർ എനർജി, ഹൈഡ്രജൻ എനർജി, ജിയോതെർമൽ എനർജി, ബയോഗ്യാസ്, ടൈഡൽ എനർജി, ബയോഫ്യൂൽ എക്സെട്ര. സോ that's all about this particular small topic, conventional and non-conventional energy sources. അപ്പോൾ നിങ്ങൾ ആ നോട്ടൊന്ന് വായിക്കുക. നോട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് വായിച്ച് നോക്കണം ഈ ക്ലാസ് കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്.